السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وأتباعه أجمعين. أما بعد. ചെറിയവർക്കോ വലിയവർക്കോ ശൈത്താൻ ഉപദ്രവമുണ്ടെങ്കിൽ കൊച്ചുകുട്ടികളാണെങ്കിൽ രാത്രി കിടന്ന് മൂത്രമൊഴിക്കുക, എഴുന്നേറ്റ് നടക്കുക, പല്ല് കടിക്കുക, സംസാരിക്കുക, അങ്ങനെയുള്ള ശൈത്താനിൻ്റെ ഉപദ്രവം ചെറിയ കുട്ടികൾക്കുണ്ടെങ്കിൽ അതുപോലെ വലിയവർക്കായാലും ചിലപ്പോൾ ശൈത്താൻ ഉപദ്രവം ഉണ്ടാകാം. പല്ല് കടിയോ പെട്ടെന്ന് ദേഷ്യം വരലോ തലവേദനയോ തലകറക്കമോ അതുപോലുള്ള പ്രയാസങ്ങൾ വലിയവർക്കും ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി ഒറ്റ അക്ഷരത്തിൽ പരിശുദ്ധ ഖുർആൻ യാസീൻ്റെ 7 ആയത്തുകളുണ്ട്. ആ 7 ആയത്ത് ഒറ്റ അക്ഷരത്തിൽ എഴുതി പേപ്പറിൽ ആക്കി പോക്കറ്റിൽ വെക്കുക. ശുദ്ധിയുള്ള സമയത്ത് ഉറങ്ങുന്നതിന് ശേഷം, ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം അത് സൂക്ഷിച്ചു വെക്കുക. അല്ലെങ്കിൽ ഓതി അത് മുഖത്തോതുകയോ നെഞ്ചത്തോതുകയോ ചെയ്യാം. എങ്ങനെയായാലും അത് ചെയ്താൽ പരിശുദ്ധ ഖുർആൻ ഹക്കുകൊണ്ട് ശൈത്താനിയത്തിന് മൂലമുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു തആല ശിഫയാക്കി തരും. അത് ചെറിയവർക്കോ വലിയവർക്കോ സ്ത്രീകൾക്കോ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. എപ്പോഴും ഓതുന്ന സമയത്തും ഇത് കയ്യിൽ കൊണ്ട് നടക്കുന്ന സമയത്തും ശുദ്ധി ഉണ്ടാകണം എന്ന് മാത്രം. പരിശുദ്ധ ഖുർആൻ യാസീൻ്റെ 7 ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ ഇന്നി ഇദൽ ലഫീ ളലാലിൻ മുബീൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വ ഖുർആനും മുബീൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ യാസീനിലെ 7 മുബീൻ നമ്മൾ ഓതുകയോ ഓതി മന്ത്രിക്കുകയോ ശരീരത്തിൽ കെട്ടുകയോ ചെയ്താൽ ശൈത്താനിയത്ത് മൂലം ഉണ്ടാവുന്ന എല്ലാ പ്രയാസങ്ങളും പരിശുദ്ധ ഖുർആൻ ഹക്കുകൊണ്ട് അല്ലാഹു തആല മാറ്റിത്തരും. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.